Dear students, break-even analysis ആണ് അടുത്ത ടോപ്പിക്. It is a method of cost-volume profit analysis widely used in practice. It is used in two senses, in narrow sense and in broad sense. In narrow sense, it refers to a technique of determining that level of operation where total revenue is equal to the total expenses. It is the technique of determining the no profit no loss point. In its broad sense, break-even analysis refers to the study of relationship of cost, volume and profit at different levels of activities. break-even analysis എന്ന് പറയുമ്പോൾ CVP അനാലിസിസിന് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസിന് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ബ്രേക്ക് ഈവൺ അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് ഒരു ബിസിനസ്സിന് ഉണ്ടാവുന്ന ചെലവുകളുടെയും ഔട്ട്പുട്ടിൻ്റെയും ലാഭത്തിൻ്റെയും എല്ലാം ബന്ധം കണക്കാക്കുന്നത് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ബ്രേക്ക് ഈവൺ അനാലിസിസ് എന്ന് പറയുന്നത്. ഇത് രണ്ട് തരത്തിൽ നമുക്ക് പറയാം, നാരോ സെൻസിലും ബ്രോഡ് സെൻസിലും. നാരോ സെൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ബ്രേക്ക് ഈവൺ പോയിന്റ് കണ്ടെത്തലാണ്. അതായത് നമ്മുടെ ബിസിനസ്സിൽ നോ പ്രോഫിറ്റ് നോ ലോസ് പോയിന്റ്, ഏത് പോയിന്റ് മുതലാണ് ബിസിനസ്സിൽ ലാഭം കിട്ടിത്തുടങ്ങുന്നത് എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് വളരെ ചുരുങ്ങിയ രീതിയിൽ നമുക്ക് പറയുകയാണെങ്കിൽ BEP അനാലിസിസിനെ കുറിച്ച് പറയാവുന്നത്. അതായത് ഒരു ബിസിനസ് തുടക്കം മുതലേ നല്ല രീതിയിൽ ലാഭമൊന്നും കിട്ടണമെന്നില്ല, ഒരുപാട് ചിലവ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ചിലവെല്ലാം നമ്മൾ മീറ്റ് ചെയ്ത് വന്ന് തുടക്കത്തിൽ കുറച്ച് നഷ്ടം ഉണ്ടാവും, അതിനുശേഷം ലാഭം മെല്ലെ പതുക്കെ നമ്മൾക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾക്ക് ലാഭം കിട്ടി തുടങ്ങും, പിന്നെ അതിനുശേഷം കുറച്ചായി ലാഭം കൂടി വരുന്നു. അപ്പോൾ സാധാരണ അങ്ങനെ ആയിരിക്കും, ഇനീഷ്യൽ സ്റ്റേജസിലൊന്നും ലാഭം അധികം കിട്ടില്ല, പിന്നെ പതുക്കെ നമ്മൾ ലാഭം കിട്ടി തുടങ്ങുന്നു. അപ്പോൾ ഏത് പോയിന്റ് മുതലാണോ നമ്മൾക്ക് ലാഭം കിട്ടുന്നത് എന്നത് കണക്കാക്കുന്നതാണ് ഈ ഒരു നാരോ സെൻസിൽ ബ്രേക്ക് ഈവൺ അനാലിസിസിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അതായത് ബ്രേക്ക് ഈവൺ പോയിന്റ് കണ്ടെത്തുക, അതായത് ടോട്ടൽ റവന്യൂവും ടോട്ടൽ എക്സ്പെൻസസും ഒരേപോലെ ആവുന്ന ആ ഒരു ഓപ്പറേഷൻ, ലെവൽ ഓഫ് ഓപ്പറേഷൻ ഏതാണെന്ന് നമ്മൾ കണ്ടെത്തുന്ന ആ ഒരു ടെക്നിക്കാണ് ബ്രേക്ക് ഈവൺ അനാലിസിസ് എന്നതുകൊണ്ട് ചുരുങ്ങിയ രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് പറയാവുന്നത്. അതായത് ബ്രേക്ക് ഈവൺ പോയിന്റ് കണ്ടെത്തുക. അതേസമയം ബ്രോഡ് സെൻസിൽ പറയുമ്പോൾ ഈ കോസ്റ്റ്, വോളിയം, പ്രോഫിറ്റ്, ഈ മൂന്ന് കാര്യത്തിൻ്റെയും, കോസ്റ്റ് പറയുമ്പോൾ ബിസിനസ്സിന് ഉണ്ടാകുന്ന ചിലവ്, വോളിയം എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് ഉണ്ടാകുന്ന ഔട്ട്പുട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്ഷൻ, പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ലാഭം, ഇത് മൂന്നും തമ്മിലുള്ള ആ ഒരു ബന്ധം നമ്മൾ ഡീറ്റെയിൽഡായി പഠിക്കുന്നതാണ് ബ്രേക്ക് ഈവൺ അനാലിസിസ് എന്നതുകൊണ്ട് കുറച്ച് ബ്രോഡായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അതായത് കോസ്റ്റ്, വോളിയം ആൻഡ് പ്രോഫിറ്റ്, ഈ മൂന്ന് കാര്യങ്ങൾ തമ്മിൽ ഓരോ ലെവൽ ഓഫ് ആക്ടിവിറ്റിയിലും എത്രത്തോളമാണ്, ഓരോ സമയത്തും എങ്ങനെയാണ് ഇതിൻ്റെ റിലേഷൻഷിപ്പ് എന്ന് പഠിക്കുന്നതാണ് ബ്രേക്ക് ഈവൺ അനാലിസിസിൻ്റെ ബ്രോഡായ രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് പറയാവുന്നത്. അതായത് CVP അനാലിസിസിന് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ബ്രേക്ക് ഈവൺ അനാലിസിസ്. അത് രണ്ട് രീതിയിൽ പറയാം, നാരോ സെൻസിലും പറയാം, ബ്രോഡ് സെൻസിലും പറയാം. നാരോ സെൻസിൽ ജസ്റ്റ് ബ്രേക്ക് ഈവൺ പോയിന്റ് കണ്ടെത്തുക, നോ പ്രോഫിറ്റ് നോ ലോസ് പോയിന്റ് കണ്ടെത്തുക, അതാണ് ബ്രേക്ക് ഈവൺ അനാലിസിസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതേസമയം ബ്രോഡ് സെൻസിൽ പറയുകയാണെങ്കിൽ CVP അനാലിസിസ്, അതായത് കോസ്റ്റ്, വോളിയം, പ്രോഫിറ്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠനം നടത്തുക എന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അടുത്തത് ബ്രേക്ക് ഈവൺ പോയിന്റ്, അതായത് BEP എന്താണ് എന്നുള്ളതാണ്. ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് that point of sales volume at which total revenue is equal to total cost. It is the point of no profit no loss. അതായത് ഒരു ബിസിനസ്സിന് ഉണ്ടാവുന്ന ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റും, വരുമാനവും ചിലവും ഈക്വൽ ആവുന്ന സെയിൽസ് വോള്യം, അതായത് എത്ര സെയിൽസ് നടത്തുമ്പോഴാണ് റവന്യൂവും കോസ്റ്റും, ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റും ഈക്വൽ ആവുന്നത്, ആ പോയിന്റ് ആണ് ബ്രേക്ക് ഈവൺ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് നോ പ്രോഫിറ്റ് നോ ലോസ്, അവിടെ ലാഭവും ഇല്ല നഷ്ടവും ഇല്ല. അതായത് ആദ്യം തുടക്കത്തിൽ നഷ്ടമായിരിക്കും, ഒരു പോയിന്റ് എത്തുമ്പോൾ ലാഭവും ഇല്ല നഷ്ടവും ഇല്ല, പിന്നെ അതിനുശേഷം ലാഭം കിട്ടി തുടങ്ങുന്നു. അപ്പോൾ ഏത് പോയിന്റിലാണോ നമ്മൾക്ക് ലാഭവും ഇല്ല നഷ്ടവും ഇല്ല, നോ പ്രോഫിറ്റ് നോ ലോസ്, ആ ഒരു പോയിന്റ് എന്ന് കണ്ടെത്തുന്നതാണ് ബ്രേക്ക് ഈവൺ പോയിന്റിൽ നമ്മൾ പറയുന്നത്. എത്ര സെയിൽസ് നടത്തുമ്പോഴാണ് ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റും ഈക്വൽ ആവുന്നത് എന്നത് നമ്മൾ
കണ്ടെത്തലാണ് ബ്രേക്ക് ഈവൻ പോയിന്റിൽ അർത്ഥമാക്കുന്നത്. ബ്രേക്ക് ഈവൻ പോയിന്റ് ക്യാൻ ബി സ്റ്റേറ്റഡ് ഇൻ ദ ഫോം ഓഫ് എൻ ഇക്വേഷൻ. നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രോബ്ലംസ് ആകുമ്പോൾ അതിന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ് എല്ലാം ഉണ്ട്, അതെല്ലാം മനസ്സിലാക്കി വയ്ക്കണം. ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ സെയിൽസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പ്രോഫിറ്റ് വോള്യം റേഷ്യോ അല്ലെങ്കിൽ പി വി റേഷ്യോ. BEP നമ്മൾ സെയിൽസിൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര ക്വാണ്ടിറ്റി സെയിൽസ് നടത്തണമെന്ന് കണക്കാക്കുകയാണ്, അല്ലെങ്കിൽ എത്ര റുപ്പീസ് സെയിൽസ് എന്ന് കണക്കാക്കുകയാണ്. അങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സെയിൽസിൽ നമ്മൾ കണക്കാക്കുമ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഫിക്സഡ് കോസ്റ്റ് എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ബിസിനസ്സിൽ എന്തൊക്കെ അതായത് പ്രൊഡക്ഷനുമായിട്ട് ലെവൽ ഓഫ് അതായത് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നതുമായി യാതൊരു വിധത്തിലും ബന്ധമില്ലാത്ത ചിലവുകളാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ എന്തായാലും കൊടുക്കേണ്ട പേയ്മെൻറ്റ്സ്, അതായത് റെൻറ്റ്, ഇൻഷുറൻസ്, ഇങ്ങനെയുള്ള കാര്യമെല്ലാം നമ്മൾ സാലറി, ഇതെല്ലാം പ്രൊഡക്ഷൻ നടന്നാലും ഇല്ലെങ്കിലും നമ്മൾ പേയ്മെൻറ്റ് നടത്തിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഫിക്സഡ് കോസ്റ്റിൻ്റെ ടോട്ടൽ എടുക്കുക. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. പി വി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേറൊരു ഇക്വേഷൻ ഉണ്ട്. പി വി റേഷ്യോ ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്, അത് നമുക്ക് പിന്നീട് പറയുന്നുണ്ട്. കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സെയിൽസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് നമ്മൾ മൈനസ് ചെയ്യുക, അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും കൂടി ആഡ് ചെയ്താലും കോൺട്രിബ്യൂഷൻ കിട്ടും. അപ്പോൾ ആ കോൺട്രിബ്യൂഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക ഡിവൈഡഡ് ബൈ സെയിൽസ്. സെയിൽസിൽ എത്ര ശതമാനമാണ് കോൺട്രിബ്യൂഷൻ എന്ന് കണക്കാക്കുകയാണ്. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ആ വേരിയബിൾ കോസ്റ്റിന് വളരെയധികം ഒരു പ്രാധാന്യമുണ്ട് ഇവിടെ. വേരിയബിൾ കോസ്റ്റ് നമ്മൾ എന്താണെന്ന് അറിയാം എല്ലാവർക്കും. അതായത് വോള്യൂം ഓഫ് പ്രൊഡക്ഷനിൽ ഉണ്ടാവുന്ന മാറ്റം തീർച്ചയായും അതിനനുസരിച്ച് മാത്രം ഉണ്ടാവുന്ന ചിലവുകളാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് റോ മെറ്റീരിയൽ കോസ്റ്റ്, അതുപോലെ തന്നെ ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞു. അതായത് നമ്മൾ പ്രൊഡക്ഷൻ നടക്കുന്നതിനനുസരിച്ച് മാത്രം ഉണ്ടാവുന്ന ചിലവുകളാണ് ഇതെല്ലാം. അപ്പോൾ അതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ ഇക്വേഷൻസ് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ സെയിൽസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. പി വി റേഷ്യോ ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഇനിയും കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ്. ഞാൻ പറഞ്ഞു ബ്രേക്ക് ഈവൻ പോയിന്റ് സെയിൽസിൽ കണക്കാക്കാം, ബ്രേക്ക് ഈവൻ പോയിന്റ് യൂണിറ്റ്സിലും കണക്കാക്കാം. അതായത് എത്ര രൂപയ്ക്ക് വിറ്റാൽ നമ്മൾക്ക് ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റും ഈക്വൽ ആകാം എന്നുള്ളതും പറയുന്നുണ്ട്. എത്ര യൂണിറ്റ്സ് വിറ്റാൽ, എത്ര ഔട്ട്പുട്ട്, എത്ര ക്വാണ്ടിറ്റി വിറ്റാൽ ഈ പറഞ്ഞ പോലെ ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റും ഈക്വൽ ആവുന്നുണ്ട് എന്നുള്ളതും പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഇക്വേഷൻ വേറെയാണ്. ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ്, എത്ര ഔട്ട്പുട്ട് വിൽക്കുമ്പോഴാണ് ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റും ഈക്വൽ ആവുന്നത്, അല്ലെങ്കിൽ നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന് നമ്മൾ കണ്ടെത്തണം. ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓർ ബ്രേക്ക് ഈവൻ സെയിൽസ് ഡിവൈഡഡ് ബൈ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്. അതായത് രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കണക്കാക്കാം, അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ സെയിൽസ് കണക്കാക്കിയിട്ട് ഡിവൈഡഡ് ബൈ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് കണക്കാക്കാം. ഇനി എന്താണ് കോൺട്രിബ്യൂഷൻ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. Contribution is the difference between sales and variable cost of sales, or it is the total of fixed cost and profit. Contribution നമുക്ക് രണ്ട് രീതിയിൽ കണക്കാക്കാം. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. അതായത് സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് ഓഫ് സെയിൽസ് നമ്മൾ കുറയ്ക്കുകയാണ്. രണ്ട് തരത്തിലുള്ള കോസ്റ്റ് ഉണ്ട്, ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും. അതിൽ സെയിൽസിൽ നിന്നും നമ്മൾ വേരിയബിൾ കോസ്റ്റ് മാത്രം മൈനസ് ചെയ്യുക. ടോട്ടൽ കോസ്റ്റിൽ രണ്ട് തരം ആവാം, ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും ആണ്. അത് നമ്മൾ അതിൽ വേരിയബിൾ കോസ്റ്റ് മാത്രമേ നമ്മളിവിടെ കോൺട്രിബ്യൂഷൻ കണക്കാക്കാനായിട്ട് കുറയ്ക്കുന്നുള്ളൂ. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും കൂടി ചേരുമ്പോഴാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ നമുക്ക് കിട്ടുക. അതായത് ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും. അതായത് ടോട്ടൽ സെയിൽസ് നമുക്ക് എല്ലാവർക്കും അറിയും, ചെലവും ലാഭവും കൂടി കൂട്ടുമ്പോഴാണ് ടോട്ടൽ സെയിൽസ് നമുക്ക് ലഭിക്കുക. അതായത് ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്. അതേസമയം ടോട്ടൽ സെയിൽസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണല്ലോ. അപ്പോൾ ടോട്ടൽ സെയിൽസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ വേരിയബിൾ കോസ്റ്റ് മാത്രം കുറയ്ക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ കണക്കാക്കുമ്പോൾ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്ന് കിട്ടും. അപ്പോൾ അത് തന്നെയാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. കോൺട്രിബ്യൂഷൻ രണ്ട് ഫോർമുലാസ് ഉണ്ട്, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഇനി കുറേ ഇക്വേഷൻസ് ആണ്, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് തന്നെയാണ്. സെയിൽസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്.
സെയിൽസ് എന്ന് പറയുമ്പോൾ ചിലവും ലാഭവും കൂടുന്നതാണ് സെയിൽസ് എന്ന് പറയുന്നത്. ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്. രണ്ട് തരം ചിലവാണുള്ളത്, ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും. ദെർഫോർ സെയിൽസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. നമ്മൾ ടോട്ടൽ കോസ്റ്റിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തു, ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും. അതിൻ്റെ കൂടെ പ്രോഫിറ്റും കൂടി ചേരുമ്പോഴാണ് സെയിൽസ് കിട്ടുന്നത്. അതിന് നമ്മൾ വേരിയബിൾ കോസ്റ്റ് മാത്രം മൈനസ് ചെയ്യണം. അപ്പോൾ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്നുള്ള കാര്യം വരും. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അത് കോൺട്രിബ്യൂഷൻ എന്നാണ് അതിനെ പറയുക. കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഓർ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഈ ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, കോൺട്രിബ്യൂഷന് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. പിന്നെ പി വി റേഷ്യോ ആണ്. പി വി റേഷ്യോ എന്ന് പറയുമ്പോൾ സെയിൽസിൽ കോൺട്രിബ്യൂഷൻ്റെ അതായത് വേരിയബിൾ കോസ്റ്റ് എത്രയാണെന്നുള്ളതാണ്. അതായത് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100, അതാണ് ഇക്വേഷൻ. പി വി റേഷ്യോ നമുക്ക് വേറൊരു രീതിയിലും കാണാം, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100. അതായത് പ്രോഫിറ്റ് വോളിയം റേഷ്യോ ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ഓർ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100. ഈ ചേഞ്ച് ഇൻ പ്രോഫിറ്റും ചേഞ്ച് ഇൻ സെയിൽസൊക്കെ 2 വർഷത്തെ തന്നിട്ടുണ്ടെങ്കിൽ കമ്പയർ ചെയ്ത് ചെയ്യാനായിട്ടെല്ലാം ഈ ഇക്വേഷനാണ് ഉപയോഗിക്കുക. ഇനി കോൺട്രിബ്യൂഷൻ ആൻഡ് പ്രോഫിറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മളൊരു കോൺട്രിബ്യൂഷൻ ആൻഡ് പ്രോഫിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ലാഭവും അതുപോലെ തന്നെ കോൺട്രിബ്യൂഷനെല്ലാം കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യാണ്. അതായത് വേരിയബിൾ കോസ്റ്റ് എത്രയാണ്, ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്, കോൺട്രിബ്യൂഷൻ എത്രയാണ്, സെയിൽസ് എത്രയാണ്, പ്രോഫിറ്റ് എത്രയാണെന്നുള്ളതെല്ലാം ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ടേബിൾ ഫോമാറ്റിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സെയിൽസ് അത് എഴുതുന്നു. അതിൽ നിന്നും ലെസ് വേരിയബിൾ കോസ്റ്റ്. സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ് ലഭിക്കുക, കോൺട്രിബ്യൂഷൻ. അപ്പോൾ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് നമ്മൾക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. അതിൽ നിന്നും ലെസ് ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റും മൈനസ് ചെയ്യുമ്പോൾ അതായത് ഫിക്സഡ് കോസ്റ്റും കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റാണ് ലഭിക്കുക. അതായത് പ്രോഫിറ്റും ഫിക്സഡ് കോസ്റ്റും കൂടി ചേരുമ്പോഴാണല്ലോ കോൺട്രിബ്യൂഷൻ. അപ്പോൾ ആ കോൺട്രിബ്യൂഷനിൽ നിന്നും ഫിക്സഡ് കോസ്റ്റ് മാത്രം കുറച്ചാൽ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് കണക്കാക്കുന്നതിന് ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സെയിൽസ് ലെസ് വേരിയബിൾ കോസ്റ്റ്, അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ ലഭിക്കും. അതിൽ നിന്നും ലെസ് ഫിക്സഡ് കോസ്റ്റ്, അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ലഭിക്കും. അപ്പോൾ ഇതാണ് കോൺട്രിബ്യൂഷൻ ആൻഡ് പ്രോഫിറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. താങ്ക് യു.